രണ്ട് വാക്യങ്ങളാണ് നാം വായിക്കുന്നത്. ഒന്ന് പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങൾ മൈക്കിലൂടെ വായിക്കാനായിട്ട് ഓർപ്പിക്കുന്നു. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. മതി. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയെ വീണ്ടും സ്തുതിക്കുന്നു. അവിടുത്തെ രക്തം കൊണ്ട് വീണ്ടെടുത്ത അങ്ങയുടെ മക്കളെ അവിടുന്ന് സഭാഹോളിൽ കൂട്ടിക്കൊണ്ടുവന്നല്ലോ. കർത്താവേ, അങ്ങയുടെ ജനത്തോട് അങ്ങേക്ക് സംസാരിക്കാനുണ്ടല്ലോ. കർത്താവേ, ആത്മീയമായി വളരാൻ ആവശ്യമുള്ള ആലോചനകൾ ഇന്ന് പകൽക്കാലവും ലഭിക്കേണ്ടതിന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വ്യക്തിപരമായി അവിടുന്ന് സംസാരിക്കണമേ. സ്വർഗീയ പിതാവേ, അടിയനെ അവിടുന്ന് ഉപയോഗിക്കണമേ. അങ്ങയുടെ ശബ്ദം അങ്ങയുടെ ജനം കേൾക്കാൻ ഇടയാകണമേ. കേൾക്കുന്നത് ഗുണമുള്ള ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഫലമുള്ളവരായി മാറാൻ അവിടുന്ന് സഹായിക്കണമേ. തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ ശുശ്രൂഷകളെ വീണ്ടും ഏൽപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നമ്മൾ വളരെ സുപരിചിതമായ ഒരു ഭാഗമാണ് ഇപ്പോൾ വായിച്ചത്. 1 പത്രോസിൻ്റെ ലേഖനം 2:1 തുടങ്ങുന്നത് ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആകയാൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. മുകളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 1-ാം അധ്യായത്തിൻ്റെ 23, 2-3 വാക്യം മുകളിലേക്ക് വായിക്കുമ്പോൾ, കെടുന്ന ബീജത്താലല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. സഭയോട് പറയുകയാണ്. അപ്പോൾ സഭയിലുള്ള ദൈവമക്കൾ വീണ്ടും ജനിച്ചവരാണ്. വീണ്ടും ജനിച്ചവരുടെ കൂട്ടമാണ് ദൈവസഭ. നമ്മൾ അതിന് പറയുന്ന മറ്റൊരു വാക്കാണ് രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടം. അപ്പോൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിച്ചവരാണെന്നാണ്. വീണ്ടും ജനിച്ചവരാണെങ്കിൽ പ്രിയമുള്ളവരെ, യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കും. ദൈവത്തിൽ നിന്ന് ജനിച്ചവരെ സ്നേഹിക്കാനായിട്ട് കഴിയും. ലോകത്തെ ജയിക്കുന്നവരാകും. പാപത്തിൽ തുടരുന്ന ശീലമുണ്ടാകുകയില്ല. പ്രിയമുള്ളവരെ, തന്നെത്താൻ സൂക്ഷിക്കും, നീതി പ്രവർത്തിക്കും. ഇതൊക്കെ ജനിച്ചതിൻ്റെ തെളിവുകളാണ്. ഇതെല്ലാം അതിൻ്റെ 100% എത്തിയില്ലെങ്കിലും ജനിച്ച ഒരു വ്യക്തിക്ക് അതിൻ്റെ സ്വഭാവം വെളിപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. അത് പ്രത്യേകം നമ്മൾ ഓർക്കണം. ദൈവത്തിൽ നിന്നാണ് ജനിച്ചതെങ്കിൽ പ്രിയമുള്ളവരെ, ആ സ്വഭാവം വെളിപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം. ഞാൻ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട്, യൂത്തിനോട്, എല്ലാവരോടുമായിട്ട് പറയുന്നു, ദൈവമക്കളെ, വീണ്ടും ജനിച്ചു എന്ന ഉറപ്പ് നമ്മൾ വരുത്തണം. കാരണം ഉറപ്പില്ലെങ്കിൽ നിക്കോദീമോസിനോട് പറഞ്ഞതുപോലെ കർത്താവ് പറയുകയാണ്, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയില്ല. അപ്പൊ നിനക്കൊരു പങ്കുണ്ട് വീണ്ടും ജനിക്കുന്ന കാര്യത്തിൽ. ആ പങ്കെന്താണ്? സുവിശേഷം കേട്ട് യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന, പ്രിയമുള്ളവരെ, പാപം സംബന്ധിച്ച് മരിക്കുന്ന, മാനസാന്തരപ്പെടുന്ന, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ സമ്പൂർണമായി നമ്മെ തന്നെ സമർപ്പിക്കുന്ന, യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുന്ന, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകാൻ അവൻ അധികാരം കൊടുത്തു. ഇതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് വരേണ്ട കാര്യങ്ങളാണ്. ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് യേശു തന്നെ പറഞ്ഞല്ലോ, മോശ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തണം. എന്തിനാണ്? അവനിൽ വിശ്വസിക്കുന്നവർക്ക് ഏവനും നിത്യജീവൻ പ്രാപിക്കാനാണ്. ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് പറയണം, യേശുവേ, ഞാൻ പാപിയാണ്, എനിക്ക് വേണ്ടിയാണ് അങ്ങ് ക്രൂശിൽ മരിച്ചത്. ആ വലിയ ബോധ്യ, ഉറപ്പ, വിശ്വാസം ആണ് നമ്മെ വീണ്ടും ജനനത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നാം വായിക്കുന്നത്, ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പോ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞ വാക്കെന്താണ്? നിക്കോദീമോസ് ചോദിച്ചല്ലോ, അമ്മയുടെ ഉദരത്തിൽ കടന്ന് വീണ്ടും ജനിക്കാൻ പറ്റുമോ ചോദിച്ചപ്പോ യേശു എന്താ മറുപടി പറഞ്ഞേ? യേശു പറഞ്ഞ മറുപടി എന്തായിരുന്നു?
വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ. പക്ഷെ പത്രോസ് ഇവിടെ പറഞ്ഞപ്പോ വെള്ളത്തിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ, അല്ലേ? നിങ്ങൾ വെള്ളത്താൽ ജനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞേ. അല്ല, പിന്നെ എങ്ങനെയാ ജനിച്ചേ? വചനത്താൽ. അപ്പൊ യേശു വെള്ളമെന്ന് പറഞ്ഞത് എന്തായിരുന്നു? പച്ചവെള്ളത്തിന്റെ കാര്യമാണോ? അല്ല, വ്യക്തമാണ്. യേശു വെള്ളമെന്ന് പറഞ്ഞത് എന്താണ്? ദൈവത്തിന്റെ വചനമാണ്, വചനത്താലാണ്. പ്രിയമുള്ളവരെ, ഒന്നുകൂടെ ഉറപ്പുവരുത്താൻ യാക്കോബിന്റെ ലേഖനം 1:18 ഇതേ വാക്ക് നാം വായിക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 1:18. ഞാന് ഒരു മൈക്ക് ബിൻസിലേക്ക് കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ മൈക്കിൽ വായിക്കാൻ പറയുന്നത്, നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്ന് വായിക്കുന്നത് റെക്കോർഡ് ആവില്ല, മൈക്കിലൂടെ വരുന്നത് മാത്രമേ റെക്കോർഡ് ആവുള്ളൂ. അതാ ഒരു വിഷയം. ഓക്കെ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. 18-ാം വാക്യം. നാം അവന്റെ സൃഷ്ടികളിൽ, യാക്കോബ് 1:18, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. അല്ലേ? സത്യത്തിന്റെ വചനത്താൽ. അവിടെയും ആവർത്തിക്കുന്നത് വചനത്താലാണ് വീണ്ടും ജനിക്കുന്നത് എന്നാണ്. 1 കൊരിന്ത്യർ ലേഖനം 4:15 വായിക്കുമ്പോ ഇതേ കാര്യം വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഇത് വീണ്ടും ഉറപ്പിക്കുന്നതെന്നറിയാമോ? വചന കേൾവിയുടെ ആവശ്യകത എത്രമാത്രമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ക്രിസ്തുയേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. സുവിശേഷം പറയുക സമം ദൈവവചനം പറഞ്ഞു, ദൈവവചനം കേട്ടു, അത് ഹൃദയത്തിൽ സ്വീകരിച്ചു. യാക്കോബ് പറഞ്ഞല്ലോ, ഒരു വ്യക്തി യഥാർത്ഥമായി ഹൃദയത്തിലേക്ക് യേശുവിനെ സ്വീകരിച്ചാൽ, വിശ്വസിച്ചാൽ, പ്രിയമുള്ളവരെ, ആ വ്യക്തിയുടെ ഉള്ളിൽ നടക്കുന്ന അനുഭവമാണ്. പാപത്തിൽ മരിച്ച ആത്മാവ് ജീവൻ പ്രാപിക്കുകയാണ്. ദൈവാത്മാവിന്റെ ഉള്ളിൽ വന്ന ആ വ്യക്തിയെ ജീവിപ്പിക്കുകയാണ്. അല്ലേ? അക്ഷരം കൊല്ലുന്നു, അറിവ് ചീർപ്പിക്കുന്ന ആത്മാവാണ് ജീവിപ്പിക്കുന്നത്. അങ്ങനെ ജീവിപ്പിക്കുന്ന അവസ്ഥ അത് വചനത്താലാണ്. അതുകൊണ്ടാണ് എഹെസ്കേലിന്റെ പുസ്തകത്തിലും നാം വായിച്ചത്, നിങ്ങൾ എടുക്കണ്ട, വായിച്ച ഓർക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും എന്ന് പറഞ്ഞപ്പോ വെള്ളം തളിക്കുന്ന കാര്യമല്ലല്ലോ, വചനമാണ് അവിടെയും ക്രിയ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിച്ചത്, പ്രിയമുള്ളവരെ, ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയുമാകുന്നു. പുല്ലു വാടി, പൂ ഉതിർന്നുപോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അതുകൊണ്ട് അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ച വചനം. ആകയാൽ എന്നിട്ടാണ് 2:1 തുടങ്ങുന്നത്. ആകയാൽ. അപ്പൊ നമ്മൾ എങ്ങനെ അത് വായിക്കണം? കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് കൊണ്ട്. ആകയാൽ ഇനി നാം എന്ത് ചെയ്യണം? അങ്ങനെ വീണ്ടും ജനിച്ചവർ എന്ത് ചെയ്യണം? അതാണ് വായിക്കുന്നത്. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ്, പിന്നെ ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ, ആ വാക്ക് ശ്രദ്ധിക്കണേ, ഇപ്പൊ വായിച്ച രക്ഷയ്ക്കായി എന്ത് ചെയ്യണം? വളരണം. അല്ലെ? രക്ഷയ്ക്കായി ഓരോരുത്തരും. എന്തിനാ ദൈവമക്കളെ ഇങ്ങനെ ദൈവജനം പറയുന്നത്? ഓരോരുത്തരും രക്ഷയ്ക്കായി എന്ത് ചെയ്യണം? വളരണം. അപ്പൊ ഒരു ചോദ്യം വന്നില്ലേ? അപ്പോൾ രക്ഷിക്കപ്പെട്ടില്ലേ? വീണ്ടും ജനിച്ചില്ലേ? വീണ്ടും ജനിച്ചു. വീണ്ടും ജനിച്ചവർ ഇനി എന്ത് ചെയ്യണം? വളരണം. ആ വളർച്ച എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാ വളരുന്നത്? രക്ഷയ്ക്കായിട്ടാണ്. അപ്പൊ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് എത്താനാണ് വളർച്ച. അപ്പൊ പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടു, ഒരു കുഞ്ഞ് ജനിച്ചു, അവിടെ കൊണ്ട് തീരുവല്ല. ആ ജനിച്ച കുഞ്ഞ് വളരണം. എന്ന് പറയുന്നത് പോലെ ഓരോ വ്യക്തിയും വീണ്ടും ജനിച്ച ഓരോ വ്യക്തിയും രക്ഷയ്ക്കായി വളരണം. അങ്ങനെ വളരാൻ വേണ്ടി എന്ത് ചെയ്യണം?
വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിക്കണം. ഇപ്പൊ പ്രിയമുള്ളവരെ, വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കാതെ, ഈ ദൈവവചനം യഥാർത്ഥമായി നമ്മൾ ഗ്രഹിക്കാതെ, മനസ്സിലാക്കാതെ, വായിക്കാതെ ഒരു വ്യക്തിക്കും ആത്മീയമായി വളരാൻ, രക്ഷയിലേക്ക് വളരാൻ കഴിയില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞൊരു വാക്കുണ്ട്. അത് നമ്മളെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാക്കാ. 8:41 യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 47-ാം വാക്യം. 47. കണ്ടോ? ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു. പിന്നെ നിങ്ങൾ ദൈവസന്തതി അല്ലായിക കൊണ്ട് കേൾക്കുന്നില്ല. അപ്പൊ ദൈവവചനം ഒരുവന് കേൾക്കുകയും ഇത് ആസ്വാദ്യകരമായി തീരുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ആരായതുകൊണ്ടാ? ദൈവസന്തതി ആയതുകൊണ്ടാ. അല്ലേ? ശ്രദ്ധിച്ചേ. ഞാനൊക്കെ ഇങ്ങോട്ട് നോക്കിക്കേ. വല്ലതും നോക്കിയല്ലേ, എനിക്ക് നിങ്ങളുടെ മുഖം കാണുന്നതാണ് സന്തോഷം, അല്ലേ? ഇപ്പൊ ദൈവവചനം നമുക്ക് ഈ പാല് കുടിക്കുന്ന കൊച്ചിന് പാല് കൊടുക്കുമ്പോ, അല്ലേ, ഇപ്പൊ പിള്ളേർക്ക് ഈ പാല് കുപ്പിയിലൊക്കെ കൊടുക്കുമ്പോ അവര് സന്തോഷമായിട്ടാണ് ഈ കുപ്പി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. കാരണം അവർക്ക് എത്ര സന്തോഷമാണ്. പ്രിയമുള്ളത്, ഈ പാല് കുടിക്കുന്നത് കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണല്ലേ? പാല് മുഴുവൻ കുടിച്ച് തീർക്കുവാന്നാണ് ചിന്തിക്കുന്നത്. ആണോ? അല്ല, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഇത് കൊച്ചു കുടിച്ചാലേ കൊച്ചു എന്ത് ചെയ്യുള്ളൂ? കൊച്ചു വളരുള്ളൂ. അപ്പൊ വളർച്ച ഉണ്ടാകാൻ ഈ പാല് കുടിക്കണം, അല്ലേ? പാലും കുപ്പിയും കൊണ്ട് നടന്നാൽ മതിയോ? പാലും കുപ്പിയും കൊണ്ട് നടന്നാൽ മതിയോ? പോരാ. പാലെന്ത് ചെയ്യണം? കുടിക്കണം, അല്ലേ? അപ്പോ ഒന്നുകൂടെ നമ്മൾ കട്ടിയായിട്ട് പറഞ്ഞാൽ, വേദപുസ്തകം വായിച്ചാൽ പോരാന്നും കൂടി അതിന്റെ അർത്ഥം. വേദപുസ്തകം നമ്മൾ എന്ത് ചെയ്യും? വായിക്കണമെന്ന് പറഞ്ഞു വായിക്കണം. വേദപുസ്തകം വായിച്ചാലല്ല, തിരുവെടുത്ത് പറയുന്നു വേദപുസ്തകം വായിക്കുന്നവൻ ഭാഗ്യവാൻ എന്നല്ല സങ്കീർത്തനത്തിൽ വായിച്ചത്. ദൈവത്തിന്റെ വചനം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആരാണ്? അപ്പൊ ഈ ദൈവവചനം എന്ത് ചെയ്യണം? ഇപ്പൊ കേൾക്കുന്ന വചനം പിന്നെയും എന്ത് ചെയ്യണം? ധ്യാനിക്കണം. അവനാണ് ഭാഗ്യവാൻ, അവനാണ് വളരുന്നത്. അപ്പൊ ഈ വചനത്തിലാണ് നമുക്ക് വളർച്ച. ഇത് പാലാണ്, ഇത് കട്ടിയുള്ള ആഹാരമാണ്, ഇത് നമ്മുടെ കണ്ണ് തുറക്കുന്നതാണ്. പ്രിയമുള്ളവർ, ഇത് നമുക്ക് വെളിച്ചമാണ്, മുമ്പിലേക്കുള്ള വെളിച്ചം കാണിച്ചു തരുന്നതാണ്. ഇത് ദൈവത്തോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുന്നതാണ്. എല്ലാമാണ് ദൈവത്തിന്റെ വചനം. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാണ് ദൈവത്തിന്റെ വചനം. ഇവിടെ യേശു പറഞ്ഞു, ദൈവസന്തതി ആയവൻ എന്ത് ചെയ്യുന്നു, അല്ലേ? അപ്പൊ ഈ വചനമൊക്കെ ഓർക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പരിശോധന ചെയ്യേണ്ടത്, ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു. അപ്പൊ ദൈവസന്തതി ആയവർക്ക് ഈ വചനമില്ലാതെ ജീവിക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് നാം ഓർക്കണം. അവിടെ എടുത്തു പറയുന്നത് രക്ഷയ്ക്കായി വളരണം. രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയും എന്ത് ചെയ്യണം? വളരണം. രക്ഷയ്ക്കായിട്ട് വളരണം. ആ വളർച്ചയോടുള്ള ബന്ധത്തിൽ ഒരു വാക്കുകൂടെ നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. 4 മൈക്കിൽ സഹോദരന്മാരൊന്ന് വായിച്ച മോനെ, സാമ്പൊന്ന് വായിച്ച മൈക്കെടുത്ത്. മൈക്കെടുത്തൊന്ന് വായിച്ചേ. 4:14 മുതൽ. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. അപ്പൊ നമ്മുടെ വളർച്ച എവിടം വരെയാണ്? ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. എങ്ങനെ? അല്ലേ? 14 തുടങ്ങിയത് അങ്ങനെയല്ലേ? ഇങ്ങനെയാ തുടങ്ങിയത്? അങ്ങനെ, അല്ലേ? എങ്ങനെയെന്ന് ചോദിക്കുമ്പോഴാണ് അതിൻ്റെ മുകളിൽ പറയുന്ന 11 മുതലുള്ള കാര്യങ്ങൾ. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, ഉപദേഷ്ടാക്കന്മാരായിട്ടൊക്കെ നിയമിച്ചിട്ടുണ്ട്. എന്തിനാണ്? നാം എല്ലാവരും ഈ പറയുന്ന വളർച്ചയിലേക്ക് വരാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവർ, ഈ അന്ത്യകാലത്ത് ദൈവസഭയ്ക്ക് വേണ്ടിയത് ഈ ഒരു വളർച്ചയാണ്.
ഈ ഒരു ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ദൈവം ശുശ്രൂഷകന്മാരെ ഏൽപ്പിച്ച് തന്നത്, സഭയ്ക്ക് നൽകിയത്. പിശാച് ഇതിനെ തന്ത്രപരമായിട്ട് ആ കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ദൈവമക്കളും ദൈവദാസൻ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറണം പ്രിയമുള്ളവരെ. കാരണം ദൈവദാസന്മാരെ ദൈവസഭയ്ക്ക് നൽകിയത് എന്തിനാണ്? നമ്മുടെ ആത്മീക വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അതിനു വേണ്ടിയാ ദൈവം നൽകിയത്, അല്ലേ? ഞാൻ ഇനി പറയുന്ന വാക്ക് കേട്ട് നിങ്ങൾ ഞെട്ടരുത്. നിങ്ങൾ സത്യത്തെ ശരിക്കും ആ നിലയിൽ ഗ്രഹിക്കണം. ചില നാളുകൾക്ക് മുമ്പ് ഈ കാര്യം മനസ്സിലാക്കിയപ്പോ പറയാനായിട്ട്, കാരണം മനസ്സിലാക്കിയിരുന്നതിന് വ്യത്യസ്തമായി ഒരു കാര്യം പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഭയങ്കര ആശങ്കകൾ ഉണ്ടാകും, അല്ലേ? ദൈവദാസന്മാരെ ദൈവം നമുക്ക് നൽകുമ്പോൾ നമ്മളെല്ലാം പറയുന്നൊരു വാക്കുണ്ട്, ദൈവദാസൻ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. ദൈവദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ദൈവദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ഏറ്റവും വലിയ വിഷയം നമ്മളെ അലട്ടുന്ന പ്രതിസന്ധികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നാണ്, അതിൽ നിന്ന് വിടുവിക്കാൻ. അപ്പൊ വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ കൂടുതൽ പങ്കും ആ മഹത്വവും ഒക്കെ നമ്മിൽ നിന്ന് പോകുന്നത് ആരിലേക്കാണ്? ദൈവദാസനിലേക്കാണ്. ദൈവദാസൻ പ്രാർത്ഥിച്ചു, വിടുതൽ കിട്ടി. നമുക്ക് ഈ ചിന്ത എവിടെ നിന്ന് വന്നതെന്നറിയാമോ? ഈ ചിന്ത വന്നത് നമ്മുടെ പഴയ പാരമ്പര്യത്തിൽ നിന്നാണ്. ന്യായപ്രമാണത്തിൽ നിന്നും, ന്യായപ്രമാണം പരിശോധനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സാമുദായിക പശ്ചാത്തലത്തിൽ നിന്നുമാണ് ഈ കാര്യം വന്നത്. പ്രിയമുള്ളവരെ, അവിടെ പ്രാർത്ഥിക്കേണ്ടത് അച്ഛനാണ്. അവിടെ തിരുമേനി, അവിടെ പാത്രികീസൊക്കെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ പിന്നെ പറയണ്ട, അല്ലേ? അവര് പ്രാർത്ഥിക്കുന്നു, നമുക്ക് നന്മ വാങ്ങിച്ചു തരുന്നു. അപ്പൊ നമുക്കുള്ള റോൾ എന്താ? പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ പറയുന്നത്, ദൈവസഭയുടെ തല ക്രിസ്തുവാണെങ്കിൽ ഓരോ വ്യക്തിയും ബന്ധപ്പെട്ട് നിൽക്കുന്നത് ക്രിസ്തുവിലേക്കാണ്. അപ്പൊ ചിലർ ചിന്തിക്കുന്നുണ്ട്, അതല്ലേ പാസ്റ്ററെ ഞങ്ങളൊരു പ്രാർത്ഥന വിഷയം പറയാത്ത? ഞങ്ങൾക്കറിയാം, ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, പിന്നെ എന്തിനാ സഭയെ പറയുന്നേ, അല്ലേ? കാരണം നമ്മൾ ഏത് വിഷയം പറയുമ്പോഴും പെട്ടെന്നൊരു നെഗറ്റീവ് ചിന്ത കൊണ്ടുവരും. അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ യേശുവിനേക്കാൾ വലുതായി പോകും. കാരണം ഞാനൊരു പ്രാർത്ഥനാ വിഷയവും പറയില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചാൽ മതി എന്ന് നമ്മൾ ചിന്തിച്ചാൽ നമ്മൾ യേശുവിനേക്കാൾ വലുത്. കാരണം യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഒരു നാഴിക എന്നോട് കൂടെ ഒന്ന്, അല്ലേ? അപ്പോൾ പ്രാർത്ഥന ആർക്കാവശ്യമായിരുന്നു? മനുഷ്യനായി വന്ന യേശു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന്. അപ്പൊ പൗലോസ് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കില്ലേ? പൗലോസ്ലീഗ പ്രാർത്ഥിച്ച ദൈവം കേൾക്കാത്തത് കൊണ്ടാണോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പൗലോസ്ലീഗ പറഞ്ഞത്? ആണോ? അല്ല. ഒരാള് നമുക്കോട് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നേ? പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആള് ചെറിയ ഒരാളും പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ആരാണ്? നിങ്ങൾക്ക് അതിനും തോന്നാറില്ലല്ലോ, അല്ലേ? അത് തോന്നാത്തതിന് സ്വന്തം. പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ വലിയ ആളുകളും പ്രാർത്ഥിക്കാൻ പറഞ്ഞവരൊക്കെ ആരാണ്? ദൈവമക്കളെ, പ്രാർത്ഥന എന്നുള്ളൊരു കൂട്ടായ്മയാണ്. നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലെ? ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന എന്നുള്ള വിഷയത്തിൽ നമ്മൾ ഒരുമിച്ചാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ലഭിച്ചാൽ അതൊരു വ്യക്തിയിലേക്ക് പോകരുത്. അതിന്റെ മഹത്വം ഒരു വ്യക്തിയും പറയരുത്, ഞങ്ങൾ പ്രാർത്ഥിച്ച് നേടിക്കൊടുത്തു എന്ന് പറയരുത്. കുര്യാച്ചൻ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ലെങ്കിൽ കുര്യാച്ചൻ പാസ്റ്റർക്ക് വേണ്ടി ആര് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കില്ല. അതെന്റെ കാര്യം പറഞ്ഞു. കാരണം പ്രിയമുള്ളവരെ, പ്രാർത്ഥന എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക, കൂട്ടായ്മ. ഓരോരുത്തരും നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയം പറയുമ്പോ ആളുകൾ ധരിക്കുന്ന എന്തായാലും പാസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ സഭയിലെ സഹോദരിമാര് പ്രാർത്ഥിക്കുന്നവരുണ്ട്, അവരോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കാര്യം ഓക്കെ ആവുമെന്ന് ചിന്തിച്ചാൽ നമ്മൾക്ക് തെറ്റി. പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നത് ആരാന്നറിയാമോ? പരിശുദ്ധാത്മാവാണ്, അല്ലേ? ഞാനൊരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു സഹോദരിമാരോട്, ഇന്നൊരു വിഷയമുണ്ട്, ഞാൻ എന്നിട്ട് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുവാണ്, അല്ലേ? സഹോദരിമാർ ഇവിടെ ഇരുന്നു, അയ്യോ താവേ ഞങ്ങളുടെ ദാസന് പാസ്റ്റർക്ക് ഇന്ന പ്രശ്നമുണ്ട്, പ്രാർത്ഥിക്കണം എന്നൊക്കെ വിടുവിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും ദൈവത്തോട്, പിതാവേ ആ പ്രാർത്ഥന കേൾക്കല്ലേ, അവൻ അവിടെ പോയി കിടന്ന് നല്ല ഉറക്ക, അവന് പ്രാർത്ഥനയും പരിപാടിയും ഒന്നുമില്ല, അവൻ അവന്റെ വഴിക്ക് പോയേക്കുക. ഈ പാവം സഹോദരന്മാര് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കല്ലേ, അതവന് കൊടുക്കല്ലേ, അവൻ മാനസാന്തരപ്പെടട്ടെ എന്നാര് പറയും?
പരിശുദ്ധാത്മാവ് പറയും. പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് പ്രാർത്ഥനയിൽ തുണ നിൽക്കുന്നു എന്ന്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ആശയം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ആശയത്തിൽ നിന്ന് വന്ന ഒരു കാര്യം പറയുമ്പോഴാണ് ഞാൻ നിങ്ങളെ ഞെട്ടരുതെന്ന് ഞാൻ പറഞ്ഞേ അല്ലേ. നമ്മൾ പലപ്പോഴും ദൈവദാസന്മാർക്ക് എന്തെങ്കിലും സാമ്പത്തിക കൂട്ടായ്മ കാണിക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം എന്നറിയാമോ? ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ട്. നിങ്ങൾ ഈ വേദപുസ്തകത്തിൽ ഏതെങ്കിലും പുതിയ നിയമത്തിൽ ഒരു സ്ഥലത്ത് ഒരു വാക്യം നിങ്ങൾക്ക് പറയാമോ? പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ട് സാമ്പത്തിക കൂട്ടായ്മ കൊടുക്കണമെന്ന് പറയുന്ന അല്ലേ? ഇപ്പൊ കുറെ പേർക്ക് സന്തോഷമായി ഇങ്ങനെയൊക്കെ പാസ്റ്റർ തുറന്ന് പറയുന്ന അല്ലേ? അല്ല, ഞാൻ ചിന്തിച്ച് അങ്ങനെ കണ്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? പിന്നെന്താ വായിച്ചേക്കുന്നേ? അപ്പൊ പിന്നെ ദൈവദാസനൊന്നും ചെയ്യണ്ടേ? അപ്പൊ എന്താ വായിച്ചേക്കുന്നേ? ഉറക്കെ പറഞ്ഞോ? ബിന്ദു ഏതോ പറഞ്ഞു, ഉറക്കെ പറഞ്ഞോ? വചനം. അപ്പൊ എന്താ പ്രാർത്ഥിക്കുന്നവരുടെ കാര്യം പറഞ്ഞു? അപ്പൊ പ്രാർത്ഥിക്കുന്ന ഈ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കൊന്നും ചെയ്യണ്ടേ? എൻ്റെ അർത്ഥം ഈ പ്രാർത്ഥന എന്നുള്ളത് ദൈവമക്കളെ ഓർക്കണം. ഇത് നമ്മുടെ കോമൺ ഒരുമിച്ചുള്ള കാര്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞപ്പോൾ ദൈവദാസം പ്രാർത്ഥിക്കുന്നത് പോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിരിക്കാം ഇവിടെയുള്ള ദൈവമക്കൾ ആ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് അല്ലേ? ചില വിഷയം പ്രാർത്ഥനയ്ക്ക് പറയുമ്പോ പ്രിയമുള്ള പല ഹൃദയങ്ങളിൽ പല തലത്തിലാണ് ആ വിഷയം വരുന്നത്. ചിലപ്പോ പരസ്യമായിട്ടൊന്നും ആരും അറിയുന്നില്ലായിരിക്കാം. ചില സഹോദരന്മാരൊക്കെ ഒറ്റയ്ക്ക് ആ വിഷയത്തിന് വേണ്ടി ദൈവഭാഗം എന്ത് ചെയ്യുന്നത്? മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത്, ദൈവത്തോട് കരഞ്ഞപേക്ഷിക്കുന്നത്. പക്ഷെ പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയുന്നത് ഈ വ്യക്തിയും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് തന്നെയാണ് വരികയുള്ളൂ അല്ലേ? ഞാൻ പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വഴിക്ക് നടന്നാൽ പോരാ, ഞാനും ദൈവവുമായിട്ട് എന്ത് ചെയ്യണം? ബന്ധത്തിലേക്ക് അടുത്തു വരണം. അവിടെയാണ് ഈ കൂട്ടായ്മയുടെ ബന്ധം നിൽക്കുന്നത്. നമ്മൾ ഏത് പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നത്? ദൈവം സഭയ്ക്ക് ശുശ്രൂഷകന്മാരെ നൽകിയത് എന്തിനു വേണ്ടിയാണ്? പ്രിയ ക്രിസ്തുവാകുന്ന തലയോളം വളരാൻ വേണ്ടിയാണ്. ആ തലയോളം വളരുന്ന വളർച്ചയിൽ എന്താവശ്യമുണ്ട്? വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇന്ന് നമുക്ക് പെന്തക്കോസ്ത് ലോകത്തിൽ ദൈവമക്കളെ നമ്മുടെ ഏറ്റവും വലിയ പരാജയമാണ് ദൈവവചനം ആസ്വദിക്കുന്ന, വായിച്ച് ധ്യാനിച്ച് ആസ്വദിക്കുന്ന ആളുകളുടെ എണ്ണം കുറയുകയാണ്. വചനം ഗ്രഹിക്കുന്നവരുടെ ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം, വളരുന്ന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഇത്രയും കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വചനമാർത്തിയോടെ ഭക്ഷിക്കുന്നവരും വചനത്തെ അതേ നിലയിൽ കാണുന്നവരുടെ ജീവിതവും അല്ലാത്ത ജീവിതവും തമ്മിൽ ഭയങ്കര വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. വചനം ഗ്രഹിക്കാതെ ഒരു വ്യക്തിക്കും വളരാൻ കഴിയില്ല. പത്രോസ് അപ്പോസ്തലന്റെ വാക്കൊന്നോടെ ശ്രദ്ധിച്ച്, രക്ഷയ്ക്കായി വാക്കൊന്ന് പറയും, രക്ഷയ്ക്കായി വളരുവാൻ. അപ്പൊ വളരാൻ വേണ്ടി എന്ത് ചെയ്യണം? വീണ്ടും ജനിച്ച ഒരു വ്യക്തി എന്ത് ചെയ്യണം? വീണ്ടും ജനിച്ചതിന്റെ തെളിവ് ആ വ്യക്തിക്ക് വചനം ലഭിക്കണം. വചനത്തിൽ അല്ലേ? വചനം ആഹാരമാണ്. കുഞ്ഞുങ്ങളെ, യൂത്തിനോടൊക്കെ ഞാൻ പറയട്ടെ, വചനം നിങ്ങൾക്ക് അങ്ങനെ ഒരു കൊതി വരുന്നുണ്ടോ? വചനം നിങ്ങൾ അങ്ങനെ വായിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾക്കത് പറ്റുന്നില്ലെങ്കിൽ ഓർക്കണം, വീണ്ടും ജനനത്തിൽ ഒരു വ്യത്യാസമുണ്ട്. അത് എൻ്റെ അഭിപ്രായമല്ല, ഇത് ഞാൻ കുറ്റപ്പെടുത്താനുമല്ല പറയുന്നത്. എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഭാരപ്പെട്ട ഒരു വിഷയം, യൂത്ത് ക്യാമ്പ് നടന്നപ്പോൾ യൂത്ത് ക്യാമ്പിൽ പ്രിയമുള്ളവരെ ഒരു 100-300 ആളുകൾ ഉണ്ടായിരുന്നു. ആ 4 ദിവസത്തെ ക്യാമ്പിൽ ഏറ്റവും ദൈവത്തിന് പ്രയോജനപ്പെട്ട അല്ലെങ്കിൽ ദൈവകരം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ പോൾ ജോർജ് എന്ന് പറയുന്ന ദൈവദാസൻ. കാരണം അദ്ദേഹത്തിന്റെ ശുശ്രൂഷ അത്രയും വലിയ ദൈവ സാന്നിധ്യവും ദൈവിക ഇടപെടലുമായിരുന്നു. അദ്ദേഹത്തെ ഒരു ഓൺലൈൻ മീറ്റിംഗ് യൂത്തിന് വേണ്ടി ലഭിച്ചപ്പോൾ ഒരു 9:30 മുതൽ 10:30 വരെയുള്ള സമയം ഞാൻ ഓർക്കുന്നുണ്ട്, ജ്വാലമോളൊക്കെ അതിനു വേണ്ടി ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് മെസ്സേജ് കയറാൻ വേണ്ടിയൊക്കെ തുടർച്ചയായിട്ട് ഇടുന്നതൊക്കെ ഞാൻ കണ്ടു. അപ്പൊ ജോലിക്ക് പോയ ആളുകൾ ദൂരെ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലൊക്കെ കയറാം. പക്ഷേ പല കാരണങ്ങൾ കാണും. സംഭവിച്ചത് പ്രിയമുള്ളവർ 42 ഡിവൈസാണ് ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. 42 മലങ്കര ചർച്ചിന്റെ മൊത്തം ഈ പറയുന്നത്. അപ്പോൾ 42 ഡിവൈസിൽ 10-12 പേര് പാസ്റ്റേഴ്സ് ആയിരുന്നു. ബാക്കിയുള്ള അത്രയും പേർക്കേ അത് കഴിഞ്ഞുള്ളൂ. പല കാരണങ്ങൾ കാണുമായിരിക്കാം, ജോലി, മറ്റു സമയത്ത് എത്താത്ത വിഷയങ്ങളൊക്കെ പലതും കാണുമായിരിക്കാം. എന്നാലും ഒരു നല്ല പങ്ക് ഞാൻ പറയട്ടെ, ഉള്ളിൽ ചിന്തിക്കുന്നു, ഈ വചനത്തിനു വേണ്ടിയുള്ള ദാഹം എന്തെല്ലാം.
കാരണം ഇങ്ങനെയും ഒരു അനുഗ്രഹീതമായ ഒരു ദൈവദാസനെ ലഭിക്കുമ്പോൾ ആ ദൈവജനം കേൾക്കാൻ വേണ്ടിയുള്ള കൊതി. ഞാൻ ചോദിക്കട്ടെ, ഈ വീണ്ടും ജനിച്ച വ്യക്തികൾക്ക് ഞാനിത് ഊന്നി പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് ഞാൻ പോയിട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ള നിലയിൽ, പക്ഷെ രക്ഷിക്കപ്പെട്ടപ്പോൾ മുതൽ വായിക്കാൻ തുടങ്ങിയ ഒരു സാധനമാണ് വേദപുസ്തകം. നിങ്ങളോടിത് പറയുമ്പോൾ, കാരണം പ്രിയമുള്ളവരെ, അന്ന് ഒരു സാധാരണ കർഷക കുടുംബത്തിൽ, പക്ഷെ വീണ്ടും ജനനം ഉള്ളി വന്നു കഴിഞ്ഞപ്പോൾ എനിക്കറിയാം, ഒരു പുതിയ നിയമത്തിന്റെ കോപ്പിയും കൊണ്ടാണ് പശുവിനെ തീറ്റാൻ പോകുന്നത്, കന്നാലി തീറ്റാൻ പോകുന്നത് പറമ്പിൽ. അതുവരെ മംഗളവും മനോരമയും ഒക്കെ വായിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പൊ ഞാൻ ഓർക്കുന്നു, ഇത് വായിക്കാനിടയായത് അങ്ങനെ ഒരു വിശപ്പ് വന്നതും മാനുഷിക കഴിവിൽ നിന്ന് വന്നതല്ല, അകത്തുണ്ടായ വീണ്ടും ജനനത്തിൽ നിന്ന് വന്നതാണ്. അകത്ത് ജനിച്ച വ്യക്തിക്ക് എന്തു വേണം? പാല് വേണം. ഈ വചനമില്ലാതെ പറ്റില്ല, അല്ലേ? ഇനി ഒരു ഘട്ടമുണ്ട്. എന്നാന്നറിയാമോ? ഇപ്പൊ പള്ളിക്കണ്ടത്തിലെ അമ്മച്ചി സാക്ഷ്യം പറഞ്ഞല്ലോ, നമ്മുടെ അമ്മച്ചി ഇവിടെ ഇരിക്കുന്നുണ്ട്. അമ്മച്ചിമാർക്കൊക്കെ ഉള്ള ഒരു കാര്യം എന്നാന്നറിയാം, നല്ല രുചികരമായ ഭക്ഷണമൊക്കെ ഇപ്പൊ ഉണ്ടാക്കി വെച്ചു എന്ന് പറഞ്ഞാലും അത് എന്താണ് വേണ്ട, അല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും. അല്ലേ, ശരീരത്തിന്റെ. അപ്പൊ ആർത്തിയോടെ ഭക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാൾ ശരീരത്തിന് ക്ഷീണവും പ്രയാസ വിഷയങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ കാണും? ഭക്ഷണത്തോട് വിരക്തി വരികയാണ്. അത് ലോകപ്രകാരമുള്ളൊരു കാര്യമാണ് പറഞ്ഞ്. പക്ഷെ ആത്മീയമായിട്ടുള്ള വിഷയത്തിൽ വളരും തോറും, മുന്നോട്ട് പോകും തോറും വചനത്തിനു വേണ്ടിയുള്ള വിശപ്പ് വർദ്ധിച്ചു കൊണ്ടിരിക്കണം. ഇനി പ്രിയമുള്ളവരെ, സമയം പോകുന്നു. ഞാനത് നിങ്ങളെ ഒന്നുകൂടെ ഉത്സാഹിപ്പിക്കുന്നു. നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഈ കാര്യം ഓർക്കണം. വചനത്തിനു വേണ്ടി നമ്മൾ എത്രമാത്രം വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, വചനമാർത്തിയോടെ ഭക്ഷിക്കുന്നുണ്ട് എന്ന് ഓരോരുത്തരും ഓർക്കണം. അമ്മമാര്, അപ്പച്ചന്മാര് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. എത്രത്തോളം കുഞ്ഞുങ്ങൾക്ക് ഇതിനോട് താല്പര്യമുണ്ട് എന്ന് നിങ്ങൾ വിലയിരുത്തണം. അവർ വചനം നിർബന്ധിക്കാതെ വായിക്കുന്നുണ്ടോ? വചനത്തിന് മുമ്പിൽ മാതാപിതാക്കൾ നിർബന്ധിക്കാതെ അവർ വായിക്കാനും ധ്യാനിക്കാനും തുടങ്ങിയാൽ നിങ്ങൾക്ക് ഉറപ്പാക്കാം എന്റെ കുഞ്ഞ് രക്ഷിക്കപ്പെട്ടു എന്ന്. സ്നാനപ്പെട്ടത് കൊണ്ടല്ല ഉറപ്പാക്കേണ്ടത്. ആ കുഞ്ഞ് വചനം വായിക്കാൻ തുടങ്ങിയോ? ആ കുഞ്ഞ് വചനം ഗ്രഹിക്കുന്നുണ്ടോ? കേൾക്കുന്ന വചനം എഴുതിയെടുക്കുന്നുണ്ടോ? വീണ്ടും അത് ധ്യാനിക്കുന്നുണ്ടോ? എപ്പോഴെങ്കിലും ഒക്കെ, എപ്പോഴും അല്ല, എപ്പോഴെങ്കിലും ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാക്കാം, അതെ, വീണ്ടും ജനിച്ചു. പക്ഷെ വീണ്ടും ജനിക്കുന്നവരെ അമ്മമാരെ പ്രാർത്ഥിക്കണം. അവരുടെ ഉള്ളിൽ, ഞാൻ ചോദിക്കട്ടെ, വീണ്ടും ജനിച്ചതിന്റെ ലക്ഷണം പറഞ്ഞപ്പോ ഒരു കാര്യം നിങ്ങൾ മറന്നിട്ടില്ലല്ലോ, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെ ലോകത്തെ ജയിക്കുന്നു. അല്ലെ, ദൈവത്തിൽ നിന്ന് ജനിക്കാതെ എങ്ങനെയാണ് ഈ മക്കൾ ലോകത്തെ ജയിക്കുന്നത്? അവരുടെ ഭാഗത്തൊരു തെറ്റ് കണ്ട വഴക്ക് പറയാൻ ആൾക്കാർ ഒത്തിരിയുണ്ട്, അവരെ വിമർശിക്കാൻ ആളുകൾ ഒത്തിരിയുണ്ട്. പക്ഷെ അവർ വീണ്ടും ജനിക്കാതെ എങ്ങനെ ലോകത്തെ ജയിക്കും? അല്ലേ? ഇപ്പൊ ഞാൻ പറയുന്നത്, ആ വഴക്ക് പറയുന്നതും ആ ശീലങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവർക്ക് വേണ്ടി വേദനയോടെ പ്രാർത്ഥിക്കണം. അല്ലേ? നമ്മൾ ഇന്ന് യൂത്തിന്റെ മീറ്റിംഗ് നടക്കുക. ഞാൻ പറയുന്നത്, പ്രായമുള്ളവരുടെ പ്രോത്സാഹനം ഈ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ആവശ്യമുണ്ട്. അവരിന്ന് ഈ പ്രോഗ്രാമൊക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒക്കെ നിറവിലും തികവിലും നിന്നുകൊണ്ടൊന്നും അല്ല ഈ ചെയ്യുന്നത്. അവരിങ്ങനെ പിച്ച വെച്ച് നടക്കുവാണ്. പക്ഷെ നിങ്ങൾ പുറകിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം? ഇവരെ പ്രോത്സാഹിപ്പിക്കണം. അല്ലേ? അവർക്ക് ഒരു തിരുത്തേണ്ട ഒരു കാര്യം പറയണമെങ്കിൽ അതിക്ക് മുമ്പ് അവരെ നന്മ പറയണം. മോനെ, ആ പാട്ട് നന്നായിരുന്നു, അല്ലെങ്കിൽ മോൾ എന്തിനാ ചെയ്തത് നന്നായിരുന്നു. ഒരു പ്രോത്സാഹന വാക്കുകൾ പ്രായമുള്ളവരിന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് അതൊരു ഉത്സാഹമാണ്. ഒരു ബന്ധങ്ങൾ അങ്ങനെ വരികയാണ്. അല്ലേ? നമ്മൾ ചിന്തിക്കുകയാണ് അതൊക്കെ പിള്ളേരുടെ പരിപാടിയല്ലേ, നമുക്ക് വീട്ടിൽ പോയേക്കാം എന്ന് ചിന്തിച്ചു പോകുമ്പോൾ ഈ പിള്ളേർ ചിന്തിച്ചു ഞങ്ങളെക്കുറിച്ച് ഒരു കരുതലും ഈ അപ്പച്ചനും അമ്മച്ചിയില്ലെന്നാണ്. സത്യമല്ല മക്കളെ, ഇതൊന്നും പറയാൻ പാടില്ലായിരുന്നു, എന്നാലും ഞാനങ്ങ് പറയുക. നമ്മുടെ പ്രോത്സാഹനം ഈ മക്കൾക്ക് ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, അപ്പോൾ തന്നെ ഉള്ളിലൊരു വേദന കൂടെ ഉണ്ടാകണം. ആ വേദന എന്നറിയാമോ? വീണ്ടും ജനിക്കാതെ കുഞ്ഞുങ്ങൾക്ക് ലോകത്തെ ജയിക്കാൻ പറ്റില്ല. ഒത്തിരി തെറ്റായ ബന്ധങ്ങളിൽ കുടുങ്ങി പോകുന്ന പ്രായമാണ് ഈ പ്രായം. അല്ലേ? പ്രിയ, നമ്മൾ ഈ പ്രായം കഴിഞ്ഞ് വന്നവരല്ലേ? അല്ലേ? നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ നമ്മൾ അവരെ വഴക്ക് പറയുമ്പോൾ നമ്മൾ നമ്മളിലേക്ക് നോക്കാറുണ്ടോ? നമ്മളിലും ഇങ്ങനെയൊക്കെ ഒരു പ്രായം, ഒരു തെറ്റും വീഴ്ചകളൊക്കെ പറ്റാത്തവരൊക്കെ ഒത്തിരി ചുരുക്കമായിരിക്കും. പക്ഷേ നമ്മൾ ജയിച്ചത് രക്ഷിക്കപ്പെട്ടതിന് ശേഷമാണ്. ഇല്ല, യേശുവിനെ അറിഞ്ഞതിന് ശേഷമാണ്. മക്കളെ, ഞാൻ നിങ്ങളോട് പറയാം, ഏതെങ്കിലുമൊക്കെ തെറ്റായ ബന്ധങ്ങളോ ഊരക്കുടുക്കുകളോ ജീവിതത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. വീണ്ടും ജനിച്ച വ്യക്തി ജയിക്കും. വീണ്ടും ജനിച്ചവൻ ലോകത്തെ ജയിക്കും. ലോകം എന്താണ്? ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇത് ഉൾക്കൊള്ളുന്ന ഈ ലോകത്തെ ജയിക്കാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവർക്കേ പറ്റുകയുള്ളൂ.
ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കും. വീണ്ടും ആ പാപത്തിൽ അകപ്പെടാതിരിക്കാൻ അവന് സ്വയം പറ്റുന്നില്ലെങ്കിൽ അവൻ അമ്മയോട് വിളിച്ചു പറയും, അപ്പച്ചനോട് വിളിച്ചു പറയും, അപ്പച്ച എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അമ്മച്ചിയെ പ്രാർത്ഥിക്കണം, പാപത്തിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം. ഫീസ് വേണമെന്ന് പറയാറുണ്ട്, മറ്റു പലതും പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. മക്കളെ, നിങ്ങൾ പ്രലോഭനങ്ങളിൽ കുടുങ്ങാൻ പോകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറയണം. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട്. നിങ്ങൾ പാപത്തെ ജയിക്കണം. ഇനി വ്യക്തിപരമായി സംഭവിക്കുന്നത് എങ്ങനെയാണ്? തിരുവെഴുത്ത് പറയുന്നു, വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? വാഞ്ചിക്കണം. ഇനി ആ വാഞ്ചിക്കുമ്പോ ഇനി പറയുന്ന വാക്യം പെട്ടെന്ന് കമ്പിവാക്യമായിട്ട് പറഞ്ഞു നിർത്താനേ പറ്റുള്ളൂ. 2:1 വായിക്കാമോ? 2:1 വായിക്കാം. ആകയാൽ സകല ദുഷ്ടതയും. അപ്പൊ ദുഷ്ടത എന്തോരം ഉണ്ട്? ദുഷ്ടത എന്തോരം ഉണ്ട്? കുറെ ഉണ്ട്. ദുഷ്ടത കുറെ ഉണ്ട്, അല്ലേ? പക്ഷെ എല്ലാ ദുഷ്ടതയും എന്ത് ചെയ്യണം? നീക്കണം. രക്ഷയ്ക്കായി വളരണമോ? ഈ ദൈവവചനം പ്രയോജനമാകണമോ? ആത്മീയ വളർച്ചയ്ക്ക് സഹായമാകണമെങ്കിൽ എല്ലാ ദുഷ്ടതയും നീക്കണം. എല്ലാ ദുഷ്ടതയും, അല്ലേ? 1-2 വാക്യങ്ങളൊന്ന് വേഗത്തിലൊന്ന് നോക്കാം. മത്തായി സുവിശേഷം 12:34-35 വാക്യങ്ങളൊന്ന് വായിക്കാം. മത്തായി 12:34-35 വാക്യം. നല്ല മനുഷ്യൻ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. അപ്പൊ പ്രിയമുള്ളവരെ, നല്ല മനുഷ്യൻ, ദുഷ്ടമനുഷ്യൻ, അല്ലേ? എങ്ങനെ തിരിച്ചറിയാം? എന്താണ് ഓരോ വ്യക്തിയിൽ നിന്നും പുറത്തേക്ക് വരുന്നത്? അത് തിരിച്ചറിയാൻ മതി. 33 വാക്യം 33 വായിക്കുന്നു, ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് എന്ന് വെപ്പീൻ, അല്ലായെങ്കിൽ അല്ലേ? പക്ഷേ നമ്മൾ പറയുന്നത് അല്ല, നമ്മൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ വൃക്ഷം നല്ലത് ഫലം ചീത്ത. അങ്ങനെയുണ്ടോ? വൃക്ഷം നല്ലത് ഫലം അങ്ങനെയുണ്ടോ? ഫലം ചീത്തയാണെങ്കിൽ വൃക്ഷം എന്താണ്? ചീത്തയാണ്. പക്ഷെ അത് സമ്മതിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. അല്ലേ? നമ്മൾ പറഞ്ഞു നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു, പക്ഷെ ഫലം എന്താണ്? ഞാൻ എല്ലാവരുടെ കാര്യം അല്ലാട്ടോ, നമ്മൾ അങ്ങനെ ചിന്തിക്കില്ലേ, നമ്മൾ വിലയിരുത്തുക, മനസ്സിലാക്കുവാണ്, അല്ലേ? ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത. അപ്പൊ ഫലം ചീത്തയാണെങ്കിൽ അതിനർത്ഥം വൃക്ഷവും എന്താണ്? ചീത്തയാണ്. അപ്പൊ നന്നാകേണ്ടത് ഏതാണ്? വൃക്ഷമാണ് നന്നാകേണ്ടത്. എന്നിട്ട് പറയുന്നു, സർപ്പസന്തതികളെ, നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിക്കാൻ. അപ്പൊ സകല ദുഷ്ടതയിൽ പെടുന്ന ഒരു ദുഷ്ടത എന്താണെന്നറിയാമോ? നല്ലത് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു ദുഷ്ടത. നല്ലത് സംസാരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നല്ലത് സംസാരിക്കണമെങ്കിൽ ഒരു നല്ല ഹൃദയം വേണം. ഇപ്പോ ഞാൻ ഉദാഹരണം പറഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു പ്രോഗ്രാം നടത്തി, പ്രിയമുള്ളവരെ, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെങ്കിൽ നല്ലൊരു ഹൃദയം വേണമെന്നേ. നല്ലൊരു ഹൃദയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു മോനെ നന്നായി, മോളെ നന്നായിരുന്നല്ലോ, പുറത്തൊക്കെ തട്ടി കഴിയുമ്പോൾ അവരും എന്തായി, അവർക്കും നല്ലൊരു ഉത്സാഹമായി, അല്ലേ? ആ ഉത്സാഹം അവരെ കുറെ കൂടെ സഭയോട് അടുപ്പിക്കും, ആത്മീയ കാര്യങ്ങളിലേക്ക് അവരെ അടുപ്പിക്കും. നല്ലത്. ഞാൻ പറഞ്ഞ സഹോദരൻ ഒരു സാക്ഷ്യം പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങുമ്പോ സഹോദരൻ പറഞ്ഞ സാക്ഷ്യം എൻ്റെ ഹൃദയത്തേക്ക് തൊട്ടുവിട്ടോ. തൊട്ടിട്ടുണ്ടായിരിക്കും പലരെയും, പക്ഷെ നമ്മൾ മിണ്ടൂല. കാരണം മിണ്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തി എങ്ങാനും ഉയർന്നു പോയാലോ, അല്ലേ? പക്ഷെ നല്ലത് പുറത്തേക്ക് വരണമെങ്കിൽ ഹൃദയം എപ്പോഴും എന്തായിരിക്കണം? ഒരു നല്ല ഹൃദയം ഉണ്ടാകണം. നിങ്ങൾ ഈ പ്രോത്സാഹന വാക്കിനൊക്കെ ഭയങ്കര ഇതുണ്ടെന്നേ, വിലയുണ്ടെന്നേ ഉണ്ട്, അല്ലേ? അത് ക്ഷീണിച്ചിരിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും? അപ്പോൾ തന്നെ വ്യക്തികളെ അങ്ങ് ഡൗൺ ആക്കാനും അത് മതി. നിങ്ങൾ ദുഷ്ടരായിരിക്കെ നിങ്ങൾക്ക് നല്ലത് പറയാൻ എങ്ങനെ സംസാരിക്കും, അല്ലേ? ഫോണൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ വായിൽ നിന്ന് നല്ലതാണോ വരുന്നേ? മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോഴേ മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പറയുന്നത് കേൾക്കുന്ന ആൾക്ക് കൂടെ ഉള്ള ആത്മീയം കൂടെ കളയുന്നതാണോ? ഞാനിങ്ങനെ എപ്പോഴും പറയാറുണ്ട്, പരമാവധി കുറ്റം പറയുന്ന പരിപാടികൾ വിടണോട്ടോ, അത് ഉപേക്ഷിക്കണം. അത് ദൈവത്തിൽ നിന്ന് വരുന്നതല്ല, അല്ലേ? കേൾക്കുന്ന കാര്യങ്ങൾ അവിടെ ഇവിടെ ഒന്ന് വെറുതെ എന്തിനാ അങ്ങനെ പറഞ്ഞ് നമ്മുടെ ഉള്ള കൃപ കളയുന്നേ?
പ്രിയമുള്ളവർ, കാരണം ഹൃദയത്തിൽ നിന്നാണ് ഇത് വരുന്നത്. ഹൃദയത്തിൽ നിന്നാണ്. എനിക്കിപ്പോ സത്യസഹോദരനോട് ഹൃദയത്തിൽ നീരസം ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, സത്യസഹോദരനെ കുറിച്ച് വേറൊരാളുമായി ഞാൻ സംസാരിക്കുമ്പോൾ നല്ലത് പുറത്തേക്ക് വരാൻ ഇച്ചിരി പ്രയാസാന്നേ. ഇത്തിരി പ്രയാസം പറയും. കാര്യം പുള്ളി ഇങ്ങനെയൊക്കെ ആണെങ്കിലും അങ്ങനെയാന്നേ. അല്ലേ, ഒരു തിന്മ പുറത്തേക്ക് വരും. അപ്പൊ അങ്ങനെ തിന്മ പുറത്തേക്ക് വരുമ്പോ ഓർക്കണം, അകത്തെന്തുണ്ട് പറഞ്ഞേ? ദുഷ്ടതയുണ്ട്. അല്ലേ, ഈ ദുഷ്ടത അകത്തുള്ളിടത്തോളം കാലം ആത്മീകമായി വളരാൻ കഴിയില്ല എന്ന് തിരുവെടുത്തു പറയുന്നു. കുര്യാച്ചൻ മാസ്റ്ററല്ല പറഞ്ഞേ, ഇത് നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ബാധകമാണ്. അടുത്ത വാക്ക് താഴോട്ട് വായിക്കുമ്പോൾ എന്താണ് വായിക്കുന്നത്? 12-ന്റെ തൊട്ട് താഴത്തെ വാക്യം താഴോട്ട് വായിക്കും. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ. ഇത് നമ്മൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ സത്യം അല്ലേ? അത് കർത്താവ് ഒരു തമാശ പറഞ്ഞായിരിക്കും. കാരണം നിസാര വാക്കിനൊക്കെ ന്യായം വിധിക്കാൻ ദൈവം തുടങ്ങിയാത്ത സ്ഥിതി എന്താ? അല്ലേ ജ്വാല? അല്ലേ, അത് ചിലപ്പോ കർത്താവ് ഒരു തമാശ ആണോ? നിസാര വാക്കിന് എന്തുണ്ടെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. മനുഷ്യർ പറയുന്ന ഉറക്കെ പറ, നിസാര വാക്കിന്. ദൈവമക്കളെ, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് നിസാര വാക്കുകളൊക്കെയാണോ പറഞ്ഞിട്ടുള്ളേ? ആണോ? നിസാര വാക്കുകളൊക്കെയാണോ പറഞ്ഞിട്ടുള്ളേ? ഒന്നുകിൽ നമ്മൾ ഈ വചനം വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ദൈവഭയം ഉള്ളിൽ നിന്ന് പോവുക. ദൈവഭയം അകത്തുള്ളിടത്തോളം കാലം നാവിനെ നമ്മൾ എന്ത് ചെയ്യും? സൂക്ഷിക്കും. അല്ലേ? നിങ്ങൾ ദുഷ്ടരായിരിക്കെ നിങ്ങൾക്ക് എങ്ങനെ നല്ലത് സംസാരിക്കാൻ കഴിയും? അപ്പോൾ ദുഷ്ടതയുടെ ഒരു ലക്ഷണമാണ് നല്ലത് സംസാരിക്കാൻ കഴിയില്ല. മത്തായി സുവിശേഷം 22-ന്റെ 15 മുതലുള്ള വാക്യങ്ങൾ കൂടെ ഒന്ന് വായിക്കാമോ? മത്തായി 22-ന്റെ 15 മുതലുള്ള. പരീക്ഷന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരുടെ കൂടെ അവന്റെ അടുക്കൽ അയച്ചു. അതിന്റെ 17-ാമത്തെ വാക്യം, നിനക്ക് എന്ത് തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്ന വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരയണമെന്ന് പറയിച്ചു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞു. അപ്പോ ദുഷ്ടത എന്താണ്? വാക്കിൽ കൊടുക്കുക. മറ്റാള് പറയുന്നത് വാക്കിൽ, അല്ലേ? ഒരു ഏത് കാര്യം പറയുമ്പോൾ ഏത് വാക്കിലാണ് കൊടുക്കാൻ പറ്റുക? അങ്ങനെ ഒന്നുണ്ടെങ്കിൽ കർത്താവ് ആ വ്യക്തിയെ വിളിക്കുന്ന പേരെന്താ? ദുഷ്ടനെന്നാ. ദുഷ്ടതയാണ്. ഹൃദയത്തിൽ ഒന്ന് വെച്ചുകൊണ്ട് പുറമെ മറ്റൊന്ന് കാണിക്കുന്നു. ആത്മീയമായ വളർച്ചയ്ക്ക് എന്ത് ആവശ്യമുണ്ട്? സകല ദുഷ്ടതയും നീക്കിക്കളയേണ്ടത് ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, മത്തായി 25-26 വായിക്കേണ്ട നമുക്കറിയാം. താലന്ത് കുഴിച്ചിട്ട വ്യക്തിയോട് കർത്താവ് പറഞ്ഞ വാക്കെന്താണ്? ദുഷ്ടദാസനെ എന്നാണ്. ദുഷ്ടദാസൻ, താലന്ത് കുഴിച്ചിട്ട വ്യക്തി ദുഷ്ടദാസനാണ്. മത്തായി 18-32 വായിക്കുന്നത് ക്ഷമിക്കാത്ത വ്യക്തിയെ വിളിച്ച പേരെന്താണ്? ദുഷ്ടദാസൻ എന്നാണ്. മറ്റൊരു വ്യക്തി എന്നോട് ചെയ്ത തെറ്റ് ഞാൻ ഇതുവരെ ക്ഷമിച്ചിട്ടില്ല, ഇപ്പോഴും ഞാനത് ഓർത്തും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അതിന്റെ അർത്ഥം ഞാനൊരു ദുഷ്ടദാസനാണ്. പ്രിയമുള്ളവരെ, 1 കൊരിന്ത്യർ ലേഖനം അതിന്റെ 5-13 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അതുകൂടെ നമുക്കൊന്ന് വായിച്ചിട്ട് നിർത്താം. ഇതിന്റെ മറ്റു ഭാഗങ്ങൾ നമുക്ക് പിന്നെ ഓർക്കാൻ പറ്റും. 5-13 മുതൽ 1 കൊരിന്ത്യർ ലേഖനം. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവീൻ. ഏത് ദുഷ്ടനെ? ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളവീൻ. ഏത് ദുഷ്ടനെയാണ്? അല്ല, ഏത് ദുഷ്ടനെയാണ്? ആ ദുഷ്ടൻ ഏതാ അറിയാം അല്ലേ? അപ്പന്റെ ഭാര്യ വെച്ചുകൊണ്ടിരിക്കുന്ന പറയുന്ന ദുഷ്ടനാണ് അല്ലേ? നിങ്ങൾക്ക് മനസ്സിലേക്ക് വന്നില്ലേ ആ ദുഷ്ടൻ ആരാന്ന്? പക്ഷേ ആ ദുഷ്ടൻ പുള്ളി മാത്രമല്ല കേട്ടോ. അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്ന ആള് മാത്രമല്ല ദുഷ്ടൻ. ആരൊക്കെയാണെന്നറിയാമോ? 11-ാം വാക്യം, 5-11. എന്നാൽ സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ഠാനക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗമരുത്. അങ്ങനെയുള്ളവരോട് കൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത് എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. പ്രിയമുള്ളവരെ, നീക്കിക്കളയണമെന്ന് പറഞ്ഞ ദുഷ്ടനോട് ചേർത്ത് അതിന് സമാനമായി പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണെന്നറിയാമോ? സഹോദരൻ എന്ന് പേർപ്പെട്ട ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ
വിഗ്രഹാരാധിയോ വാവിഷ്ടാണക്കാരനോ മദ്യപനോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോട് സംസർഗമരുത്. അവനോട് കൂട്ടായ്മ പോലും കൂടരുതെന്ന് വേദപുസ്തകം പറയണമെങ്കിൽ ഈ പറയുന്ന തിന്മകളൊക്കെ എത്ര വലുതാണ്. എന്നിട്ട് പറയും ആ ദുഷ്ടനെ എന്ത് ചെയ്യണമെന്ന് നീക്കണം. അപ്പോൾ ഈ പറയുന്നതെല്ലാം ദുഷ്ടതയ്ക്ക് സമാനമാണ്. ഞാൻ ഇത് വിശദീകരിക്കാൻ പറ്റില്ല, നിങ്ങളത് വിഷയം വ്യക്തിപരമായിട്ട് വീണ്ടും ധ്യാനിക്കുമല്ലോ. ഞാൻ അതിനോട് ചേർത്ത് ഒറ്റ വാക്കുകൂടെ പറഞ്ഞ് നിർത്തുന്നു. അത് സദൃശവാക്യം 14:11 വാക്യമാണ്. സദൃശവാക്യം 14:11. ദുഷ്ടത നീക്കണോ വേണ്ടയോ? നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ ദുഷ്ടതയും നീക്കിക്കളയണോ വേണ്ടയോ? നീക്കിക്കളയാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? തിരുവെടുത്ത് പറയുന്നു, ദുഷ്ടന്മാരുടെ വീട് എന്ത് ചെയ്യും? ദൈവമക്കളെ, നമ്മുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, സഭ അനുഗ്രഹിക്കപ്പെടണം. അതിന് വേണ്ടുന്ന ഒന്നാമത് തിരുവെടുത്ത് പറയുകയാണ്, സകല ദുഷ്ടതയും നീക്കിക്കളയണം. സകല ദുഷ്ടതയും. ക്ഷമിക്കാതിരിക്കുന്ന അവസ്ഥയുണ്ടോ? ഹൃദയത്തിൽ നിന്ന് തിന്മയാണോ പുറത്തേക്ക് വരുന്നത്? നല്ലത് സംസാരിക്കാൻ കഴിയാതിരിക്കുന്നുവോ? പ്രിയമുള്ളവരെ, ദൈവം തന്ന താലന്ത് നാം കുഴിച്ചിട്ടവരായി നിൽക്കുകയാണോ? ഹൃദയത്തിൽ ഒന്ന് വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് വ്യാജ സ്നേഹം കാണിക്കുകയാണോ? മനുഷ്യർക്കാർക്കും ഇത് മനസ്സിലാകുന്നില്ലെങ്കിലും കർത്താവിന് ഇതൊക്കെ മനസ്സിലാകും. പ്രൈസ് ദി ലോർഡ്. ഞാൻ കർത്തൃമേശയിലേക്ക് കൂടെ വരുന്നത് കൊണ്ട് അതിനോട് ചേർത്ത് ഒരു വാക്യ കുരിന്ത ലേഖനത്തിൽ നിന്നും കൂടെ വായിക്കാം. നമുക്കത് വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. 1 കുരിന്ത ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, 6-7 വാക്യങ്ങൾ. നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവീൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ആ വാക്ക് ശ്രദ്ധിക്കണേ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല. അപ്പൊ ദുഷ്ടതയെ എന്തിനോട് ഉപമിച്ചിരിക്കുന്നു? പുളിമാവിനോട് ഉപമിച്ചിരിക്കുന്നു. ദുഷ്ടത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അത് പുളിമാവ് പോലെ അനേകരെ പുളിപ്പിച്ചുകൊണ്ടിരിക്കും, അനേകരെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കും. എൻ്റെ ഉള്ളിൽ ഒരാളോട് കയ്പാകുന്ന ദുഷ്ടത ഉണ്ടായാൽ മതി, ഞാനത് മറ്റു പലരോടും പറഞ്ഞ് പലരെയും പുളിപ്പിക്കും, പലരെയും ഞാനത് നശിപ്പിക്കും. അതുകൊണ്ട് നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എന്തുകൊണ്ട് പുളിമാവ് നീക്കണമെന്ന് ചോദിച്ച ഒറ്റ ഉത്തരേ ഉള്ളൂ, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു. പ്രിയമുള്ളവരെ, ദുഷ്ടതയിൽ ജീവിക്കാനാണോ, പാപത്തിൽ തുടരാനാണോ യേശു അറുക്കപ്പെട്ടത്? ഇന്ന് ഈ തിരുവത്താഴ ശുശ്രൂഷ, ഈ അപ്പം മുറിക്കുമ്പോൾ നാം ഓർക്കണം, എന്തിനാണ് കർത്താവ് തന്നെ ഓർക്കാൻ പറഞ്ഞത്? ഈ ഓർമ്മ നമ്മിൽ നിന്ന് ദുഷ്ടത മാറണം. തിന്മയും ദുഷ്ടതയുമാകുന്ന പുളിമാവിനെ മാറ്റിക്കളഞ്ഞിട്ട് വേണം ഈ അപ്പം മുറിക്കാനായിട്ട്. പ്രിയമുള്ളവരെ, ഒരാളെങ്കിലും അവസ്ഥയിലുള്ളവരുണ്ടെങ്കിൽ ആ വ്യക്തി ഇന്ന് ക്രമീകരണങ്ങളിലേക്ക് വരട്ടെ. പക്ഷേ ഈ പറയുന്ന നമ്മിലെല്ലാം ഇതിങ്ങനെ സംഭവിക്കുന്നുണ്ട്. രക്ഷയ്ക്കായി വളരാൻ പ്രിയമുള്ളവരെ, അനേകരുടെ ആത്മീയ വളർച്ച തടയുന്നത്, ദൈവവചനത്തോടുള്ള താല്പര്യം ഇല്ലാതെ പോകുന്നത്, ഒരു ഭാഗം വീണ്ടും ജനിക്കാത്തതാണെങ്കിൽ ചിലർ വീണ്ടും ജനിച്ചിട്ട് ആത്മീകമായി വളർച്ച പ്രാപിക്കാത്തത് കൊണ്ട് എന്തു സംഭവിക്കുന്നു? ദൈവവചനത്തോട് താല്പര്യം, വിശപ്പില്ലാതെ പോകുകയാണ്. ഈ തിന്മ നീക്കിക്കളയണം. ക്രൂശിലേക്ക് നോക്കാം. ഇന്ന് നാം ഈ കർത്താവിൻ്റെ മേശ, ഈ അപ്പം മുറിക്കുമ്പോൾ ഈ വാക്ക് നമ്മുടെ കാതുകളിൽ മുഴങ്ങട്ടെ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടു, അതുകൊണ്ട് തിന്മ നീക്കണം, അതുകൊണ്ട് ദുഷ്ടത നീക്കണം. കർത്താവിനോട് പറയാം, നമ്മുടെ ഹൃദയം സഹോദരങ്ങളോടുള്ള ബന്ധത്തിലും മറ്റ് കാര്യങ്ങളിലെല്ലാം ഒരു നല്ല പരമാർത്ഥതയായി തീരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പറയുന്ന പലതും പലപ്പോഴും വന്നു പോകുന്നുണ്ട്. കർത്താവേ,
കർത്താവ് എല്ലാം അറിയുന്നു, ഒന്നും മറച്ചു വയ്ക്കാൻ കഴിയില്ല. കുഞ്ഞുങ്ങളെ, വീണ്ടും ജനനം പ്രാപിക്കാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണേ, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടതുകൊണ്ട് നമ്മെ രക്ഷിക്കാൻ, ലോകത്തിൽ പാപത്തിൽ തുടരാനല്ല, ആത്മീകമായി വളരാൻ. പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ്. സഹോദരങ്ങൾ, ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് ദൈവവചനപ്രകാരം തങ്ങളെ തന്നെ ഒരുക്കിയവരാണ് കർത്താവിൻ്റെ മേശയിലേക്ക് വരേണ്ടത്. അയ്യോ